അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അനുവിന്ദ ബിജു 9th D. അമ്മയന്നു ചുരത്തിയുറക്കിയ ലഹരിയോളം വരില്ലെന്നിരിക്കിലും പാഞ്ഞിടുന്നുണ്ടടി മകളായവർ പാതിയെ മുഴുപ്പട്ടി. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം യുവാക്കളും വഴിതെറ്റിപ്പോവുകയാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് യുവാക്കളിൽ അവബോധം വളർത്തുക എന്നതും ഈ ദിനം ആചരിക്കുന്നത് കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. മനുഷ്യനും ലഹരിയും എന്നത് സങ്കീർണമായൊരു വിഷയമാണ്. ഉന്മാദത്തിന് വേണ്ടിയോ പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ കൗതുകത്തിന് വേണ്ടിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങുന്ന മനുഷ്യൻ എത്തിച്ചേരുന്നത് കടുത്ത സാമൂഹിക, മാനസിക, ശാരീരിക പ്രശ്നങ്ങളിലേക്കാണ്. 2022 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് പ്രകാരം ലോകത്താകമാനം ലഹരിയുടെ ഉപയോഗവും കടത്തും വർദ്ധിച്ചിട്ടുണ്ടെന്നും 15നും 64നും ഇടയിൽ പ്രായമുള്ള 284 ദശലക്ഷം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് ലഹരിയുടെ ഉപയോഗം 26% വർദ്ധിച്ചതായും 2020 കണക്കുകളെ ആസ്പദമാക്കി UNODC പറയുന്നു. 112 ലക്ഷം ആളുകൾ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കുത്തിവെക്കുന്നുണ്ട്. ഇതുമൂലം അതിൽ പകുതി പേർക്കും ഹെപ്പറ്റൈറ്റിസ് രോഗവും 14 ലക്ഷം പേർക്ക് എയ്ഡ്സ് രോഗവും ബാധിച്ചിട്ടുണ്ട്. തലച്ചോറിനെ നിയന്ത്രണ വിധേയമല്ലാതാക്കി താൽക്കാലിക സുഖം മാത്രം പകർന്നു നൽകി ഫലപ്രദമായ മരുന്നുകളില്ലാത്ത രോഗങ്ങൾക്കും പിന്നീട് മരണത്തിനും ഒറ്റിക്കൊടുക്കുകയാണ് ലഹരി മരുന്നുകൾ. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം മാത്രം 80 ലക്ഷം പേർ ഒരു വർഷം ലോകത്ത് മരിക്കുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന സാക്ഷ്യപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര ലഹരി മാഫിയ വിപണിക്കായി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള 3ാം ലോക രാഷ്ട്രങ്ങളെയാണ്. നമ്മുടെ വിഭവശേഷികളിൽ അതിപ്രധാനമായ പുതുതലമുറകളിലാണ് മാഫിയകൾ സ്വപ്നം നെയ്യുന്നത്. ഛത്തീസ്ഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും ന്യൂഡൽഹിയിലെ എയിംസും സംയുക്തമായി നടത്തിയ പഠനത്തിൽ $1.2 കോടി ഇന്ത്യയിൽ മദ്യ ഉപയോഗം മൂലം മാത്രമുണ്ടാകുന്ന നഷ്ടം. ആൾനാശവും ചികിത്സാ ചെലവും ഉൽപാദന നഷ്ടവും എല്ലാം പരിഗണിച്ചാണിത്. ഇന്ത്യയുടെ GDPയുടെ 1.45% മദ്യം വഴി മാത്രമുണ്ടാകുന്ന ശരാശരി നഷ്ടം. മദ്യേതര ലഹരിയുടെ കണക്കുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ സ്ഥിതി അത്യന്തം ഗൗരവമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. മനുഷ്യ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശക്തിയെ പൂർണ്ണമായും ലഹരിയുടെ ഉപയോഗം നശിപ്പിക്കും. മണവും രുചിയും നിറവും നൽകി യുവജനങ്ങളെ ആകർഷിക്കുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളിൽ നിർവൃതി കണ്ടെത്തുകയാണ് നമ്മുടെ യൗവനങ്ങളും കൗമാരങ്ങളും. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സർക്കാരിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. സാമൂഹിക കുടുംബാന്തരീക്ഷത്തിന്റെ പരിസരത്ത് നിന്ന് ചിന്തിക്കാൻ സർക്കാർ തയ്യാറാവണം. നമ്മുടെ കലാലയങ്ങളുടെ ചുറ്റുപാടിൽ ലഹരി മാഫിയ കെണിയൊരുക്കിയിരിക്കുന്നു. ലഹരിക്കെതിരെ പാഠ്യപദ്ധതിയിൽ ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിച്ച് കലാലയങ്ങൾക്കകത്തു നിന്ന് തന്നെ ചെറുത്തുനിൽപ്പുകൾ തുടങ്ങണം. സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ സ്വീകരിച്ച് പൊതുസമൂഹവും വിദ്യാർത്ഥി, യുവജന, വനിതാ സംഘടനകളും മുന്നിട്ടിറങ്ങണം. ലഹരിക്കെതിരെ ജയിക്കുന്ന ജനതയെന്നത് കേവലം ഒരു പാഴ്വാക്കല്ലെന്ന് തെളിയിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം.
വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.